എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. സുവിശേഷത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്ന അപ്പോസ്തല പ്രവൃത്തി എന്ന പുസ്തകത്തിലൂടെയാണ് ജീസസ് എവരിഡേയിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പോസ്തല പ്രവൃത്തി ആരംഭിച്ചിട്ട് കുറച്ച് ദിവസമായി, അല്ലെങ്കിൽ ഈ വർഷത്തിൻ്റെ ചില മാസങ്ങൾ തന്നെ അപ്പോസ്തല പ്രവൃത്തിയിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നുന്നു. എൻ്റെ ജീവിതത്തിൽ അത് ഭയങ്കര ബ്ലെസ്സിങ് ആയി. ഞാൻ ഈ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ അതിശയിക്കുകയാണ്. പ്രത്യേകിച്ച് പൗലോസിൻ്റെ സുവിശേഷീകരണത്തിൻ്റെ തീഷ്ണത. അവൻ ഒരിക്കലും ഒരു പരീശനായിരുന്നു, പരീശന്റെ മകനായിരുന്നു എന്ന് താൻ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മതത്തിൽ എരിവുള്ളവനായിരുന്നു എന്ന് പറയുന്നുണ്ട്. മതഭ്രാന്തനായിരുന്നു എന്ന് താൻ തന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നുണ്ട്. ആ മതത്തിൽ മുമ്പനായിരുന്നു എന്ന് താൻ പറയുന്നുണ്ട്. താൻ നിഷ്ഠൂരനും ഉപദ്രവിയും ദൂഷകനുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ദൈവസഭയെ മുടിച്ചവനാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഈ പൗലോസിനെ ദൈവം ഉപയോഗിച്ചതുപോലെ അപ്പോസ്തല പ്രവൃത്തിയിൽ വേറെ ആരും ഉപയോഗിച്ചതായിട്ട് കാണുന്നില്ല. അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ എത്ര ഈടുറ്റതാണ്. പത്രോസ് തന്നെ എടുത്തു പറയുന്നു, പൗലോസിന്റെ ലേഖനങ്ങളിൽ പലർക്കും ഗ്രഹിക്കാൻ കഴിയാത്ത നിലവാരത്തിലുള്ള പലതുമുണ്ട്. അത്ര ശ്രേഷ്ഠമായ, അതിശ്രേഷ്ഠമായ കാര്യങ്ങൾ ദൈവം ഇത്രയും നീചനായ മനുഷ്യന് വെളിപ്പെടുത്തി കൊടുത്തു. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും, ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവനെ ദൈവം മാറ നീക്കി കൊടുക്കും. പത്രോസിനെ കുറിച്ച് തന്നെ പറയുന്നു, പിതാവേ, നീ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയല്ലോ. എന്താണ്? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. യേശു ക്രിസ്തുവാണെന്നുള്ള വെളിപ്പാട് പത്രോസിന് കിട്ടിയപ്പോൾ തന്നെ കർത്താവിന് സന്തോഷമായി. കർത്താവ് പത്രോസ് അത് പറഞ്ഞ അന്നു മുതലാണ് കർത്താവ് പറഞ്ഞത്, ഇനി മനുഷ്യപുത്രൻ ക്രൂശിക്കപ്പെടാൻ പോവുകയാണ്. അന്നു മുതലാണ് യേശു പറയാൻ തുടങ്ങിയത്. അതായത് പത്രോസിന് വെളിപ്പാട് കിട്ടിയപ്പോഴാണ് അവനെ പത്രോസ് എന്ന് വിളിച്ചത്. അതിനു മുമ്പ് നീ ബെറയോന ശീമോൻ, നീ പത്രോസ് ആകുമെന്ന് കർത്താവ് പറഞ്ഞു. എപ്പോഴാ പത്രോസ് ആയതെന്നറിയാമോ? വെളിപ്പാട് പറഞ്ഞപ്പോൾ. യേശുവിനെ കുറിച്ച് യേശു ആയിരിക്കുന്നത് പോലെ പറയുമ്പോഴാണ് നമ്മെ പത്രോസ് എന്ന് വിളിക്കാൻ പറ്റും, ഉറപ്പുള്ളവർ. എന്തുകൊണ്ടാ ദൈവസഭകളിൽ പലരും ഉറപ്പില്ലാത്തവർ വർദ്ധിക്കുന്നത്? കാരണം യേശുവിനെ യേശുവായിട്ട് മാത്രമേ അറിയാവൂ, യേശുവിനെ ക്രിസ്തുവായിട്ട് അറിയില്ല. സഭയിൽ വരുന്ന വിഭാഗങ്ങളിൽ ഒരു കൂട്ടർ യേശുവേ യേശുവേ എന്ന് വിളിക്കുന്നുണ്ട്. എന്നാൽ യേശുവിനെ ക്രിസ്തുവായി അറിയുന്നവർ, അവരാണ് ശക്തരായി തഴച്ചു വളരുന്നത്. ആറ്ററമ്പത്ത് വൃക്ഷം പോലെ തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന, ഇല വാടാത്ത വൃക്ഷം പോലെ വളരുന്നത് ഇവരാണ്. യേശുവിനെ ക്രിസ്തുവായിട്ട് മനസ്സിലാക്കുന്നവർ. അല്ലാത്തവർ യേശുവിൻ്റെ അടുക്കൽ വരും. യേശുവിൻ്റെ അടുത്ത് 10 കുഷ്ഠരോഗികൾ വന്നതുപോലെ, യേശുവേ കരുണ തോന്നണേ. യേശു പറഞ്ഞു, നിങ്ങൾ പോയി പുരോഹിതനെ കാണിക്കാൻ പറഞ്ഞു. 10 പേരും പോയി, ഒരാൾ മാത്രമേ മടങ്ങി വന്നുള്ളൂ. ഇതുപോലെ 10ൽ 1 യേശുവേ എന്ന് വിളിക്കുന്നവരിൽ വരും. എന്നാൽ യേശുവിനെ ക്രിസ്തുവേ എന്ന് മനസ്സിലാക്കുന്നവർ 100ൽ 100 അല്ലെങ്കിൽ 10ൽ 10 ദൈവസന്നിധിയിൽ ഉണ്ടാകും. യേശുവിനെ ക്രിസ്തുവായിട്ട് അംഗീകരിക്കാൻ അങ്ങനൊരു വെളിപ്പാട് നമുക്ക് തുറക്കണം. അല്ലെങ്കിൽ കർത്താവിൻ്റെ തിരുസഭയിലുള്ള എല്ലാവരും ബെറയോന ശീമോനായിട്ടിരിക്കരുത്, പത്രോസായി മാറണം. ഒരു വളർച്ചയുടെ ഘട്ടം അത് യേശുവിനെ മനസ്സിലാക്കുമ്പോഴാണ്. അണ്ടർസ്റ്റാൻഡിങ്. യേശു പറഞ്ഞു, നിങ്ങൾ വാസ്തവമായി സത്യം അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. ദൈവവചനത്തിലെ വെളിപ്പാടുകൾ, ദൈവവചനത്തിൽ നിന്നുള്ള അണ്ടർസ്റ്റാൻഡിങ് ആണ് നമ്മളെ മാറ്റുന്നത്. ദൈവവചനത്തിൻ്റെ ആഴമേറിയ വെളിപ്പാടുകൾ നമുക്ക് വേണം. അത് ദൈവം നമുക്ക് വെളിപ്പെടുത്തുന്നതാണ്. അത് നമ്മൾ പഠിക്കുന്നതല്ല, അറിവല്ല. അറിവ് ചീർപ്പിക്കുള്ളൂ, അക്ഷരം കൊല്ലുകയുള്ളൂ. എന്നാൽ ആത്മാവാണ് ഇത് വെളിപ്പെടുത്തുന്നത്. അപ്പൊ ദൈവത്തിലുള്ളത് ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തും.
അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ വരുമ്പോൾ ദൈവത്തിലുള്ളത് നമുക്ക് വെളിപ്പെടുത്തും. നമ്മിലുള്ള ദൈവത്തിന്റെ ആത്മാവ് യേശുവിനെ വെളിപ്പെടുത്തി തരും. അതുകൊണ്ട് ഫിലിപ്പോസൊക്കെ കർത്താവിനോട് ചോദിച്ചത് അറിയാലോ, കർത്താവെ ഞങ്ങൾക്ക് പിതാവിനെ കാണണം, എന്നാൽ ഞങ്ങൾക്ക് മതി. ഉടനെ കർത്താവ്, ഫിലിപ്പോസേ, ഇത്രയും നാൾ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിട്ടും പിതാവിനെ മനസ്സിലായില്ലേ? എന്നെ കണ്ടവരെല്ലാം പിതാവിനെ കണ്ടിരിക്കുന്നു. അതൊരു വെളിപ്പാടാണ്. അവർക്കെല്ലാം പിതാവിനെ ഒന്ന് കാണണമെന്നാണ്. കാരണം യേശുവാണ് എപ്പോഴും പിതാവിനെ കാണുന്നത്. അവർക്ക് പിതാവിനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ യേശുവിനെ കണ്ടവർക്ക് പിതാവിനെ കാണാൻ കഴിയും. അതന്ന്. അപ്പൊ ഇന്നത്തെ കാര്യമോ, നമ്മൾ പിതാവിനെയും കണ്ടിട്ടില്ല, പുത്രനെയും കണ്ടിട്ടില്ല. അപ്പൊ നമ്മുടെ കാര്യം എന്താ? നമ്മുടെ കാര്യം വചനം ദൈവമാണ്, വചനം യേശുവാണ്, വചനം രക്ഷകനാണ്. വചനത്തിന്റെ വെളിപ്പാടുകൾ നമ്മൾക്ക് കിട്ടുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിനെയും യേശുവിനെയും പിതാവിനെയും കാണുകയാണ്. വചനത്തിലൂടെയാണ് നമ്മൾ ദൈവത്തെ കാണുന്നത്. വചനത്തിലൂടെയാണ് ദൈവത്തെ പിതാവായി കാണുന്നത്. വചനത്തിലൂടെ നമ്മൾ യേശുവിനെ ക്രിസ്തുവായി കാണുന്നു. വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മുടേതാണെന്ന് കാണുന്നു. ഈ കാഴ്ചപ്പാട്, അങ്ങനെ വേണമെങ്കിൽ പറയാം, കാഴ്ചയല്ല കാഴ്ചപ്പാട്. കാണുക, അതൊരു കാഴ്ചപ്പാടായി മാറി. ചിലർ പറയില്ല, എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്ക് എങ്ങനെയാണ് തോന്നുന്നത്. അത് പരിശുദ്ധാത്മാവ് തരുന്ന കാഴ്ചപ്പാട്. ആവർത്തന പുസ്തകം 29:3, എങ്കിലും തിരിച്ചറിയുന്ന ഹൃദയവും കാണുന്ന കണ്ണും കേൾക്കുന്ന ചെവിയും ദൈവം നിങ്ങൾക്ക് ഇന്നുവരെ തന്നിട്ടില്ലെന്ന്. ദൈവം തരണം. ഈ ദിവസങ്ങളിൽ യേശുവിനെ ക്രിസ്തുവായി മനസ്സിലാക്കണം, ദൈവത്തെ പിതാവായി മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവിനെ നമ്മുടെ കാര്യസ്ഥനായി മനസ്സിലാക്കണം. ഈ കാര്യം വ്യക്തമായി മനസ്സിലായാൽ പിന്നീട് നമ്മളൊരു പരാജയമല്ല. യേശു പറഞ്ഞതെല്ലാം യാഥാർത്ഥ്യമായി കാണണം. അതായത് നമ്മുടെ ചുറ്റും ദൂതന്മാരുണ്ട്, കാണണം. അതായത് ദൂതന്മാർ രക്ഷ പ്രാപിക്കാനുള്ളവരുടെ സേവകാത്മാക്കളാണെന്ന് എബ്രായ ലേഖനം 1-ന്റെ ഒടുവിൽ പറയുന്നു. അത് നമുക്ക് കാണാൻ കഴിയണം. അതാണ് വെളിപ്പാട്. എൻ്റെ ചുറ്റും ദൂതന്മാരുണ്ട്, അത് കാണാൻ കഴിയണം. ഒരിക്കലൊരു വലിയ പ്രോഫറ്റ്, ഞാൻ അദ്ദേഹത്തിൻ്റെ സഭയിൽ പ്രസംഗിക്കാൻ പോയി. പേരെല്ലാം വിളിച്ചു പറയുന്ന ദൈവദാസൻ. അദ്ദേഹം എപ്പോഴും ഇങ്ങനെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കും. അപ്പം ഞാൻ എവിടെയെങ്കിലും ചെന്ന് അത്യാവശ്യം ചില തമാശകളൊക്കെ പറയും. അന്ന് ഭയങ്കര ചിരിയായിരുന്നു. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ആ ദൈവദാസൻ പറഞ്ഞു, പാസ്റ്ററിന്റെ കൂടെ 2 കൊച്ചു ഏഞ്ചൽസ് ഉണ്ട്, ഞാൻ കണ്ടിട്ടില്ല. പാസ്റ്ററിന്റെ കൂടെ കൊച്ചു ഏഞ്ചൽസ് ഉണ്ട്. അതുകൊണ്ടാണ് പാസ്റ്റർ എന്തെങ്കിലും പറയുമ്പോൾ ആൾക്കാർ ചിരിക്കുന്നത്. ഈ കൊച്ചു ഏഞ്ചൽസിനെ അദ്ദേഹത്തിന് കാണാം. ഇത് തന്നെ വേറൊരു ദൈവദാസൻ എന്നോട് പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി, ഇത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ കാണാത്ത കാര്യങ്ങളെ ദൈവവചനത്തിൽ ഞാൻ ഈ കൊച്ചു ഏഞ്ചലിനെ കണ്ടിട്ടില്ല. എൻ്റെ ഇടത്തും വലത്തും നിൽക്കുകയാണ്. ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ചിരിയുടെ ഒരു ഓപ്പണിംഗ് ഉണ്ടാകുന്നത്. എന്നാൽ ചില സമയത്ത് തമാശ പറഞ്ഞാലും ആരും ചിരിക്കില്ല. ഇതിൻ്റെ എല്ലാം കാരണം ഇവരുടെ പരിപാടിയായത്. അടുത്തത് ഡെലിവറൻസ് ഏഞ്ചൽ ഉണ്ട്, വിടുതൽ. ചില ദൈവദാസന്മാർ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഡെലിവറൻസിന്റെ ഏഞ്ചൽ പുറപ്പെടും, വിടുതലുകളുടെ ഹീലിംഗ് ഏഞ്ചലുണ്ട്. അതെൻ്റെ പാസ്റ്റർ എം.എ. വർഗീസിൽ നിന്നാണ് ഞാൻ കേട്ടത്. ഞാൻ ചോദിച്ചു, പാസ്റ്ററെ, ഞാൻ രക്ഷിക്കപ്പെട്ട കാലത്ത് എൻ്റെ പാസ്റ്ററോട് ചോദിച്ചു, പാസ്റ്റർ എങ്ങനെയാണ് ഈ രോഗികളെയൊക്കെ സൗഖ്യമാക്കുന്നത്? അപ്പം എന്നോട് പറഞ്ഞു, അന്ന് പാസ്റ്റർ ജോലി ചെയ്യുന്നു, ഞാനും ജോലി ചെയ്യുന്നു. പാസ്റ്റർ എന്നോട് പറഞ്ഞു, അത് ബ്രദറെ, ഞാനിങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ജനത്തിൻ്റെ ഇടയിലോട്ട് 2 ദൈവദൂതന്മാർ ഇറങ്ങി വന്ന് തീ വാരി എറിയുന്നത് ഞാൻ കാണും. അപ്പോൾ എനിക്കറിയാം ഇവിടെ രോഗശാന്തി നടക്കാൻ പോകുന്നു. ഞാനിത് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഏതൊക്കെയോ വ്യക്തികൾ ഇത് പിടിക്കാൻ പോവുകയാണ്. ഇതൊരു വെളിപ്പാടാണ്, ഇതൊരു മർമ്മമാണ്. ഇത് പറയുമ്പോൾ ആരൊക്കെയോ എന്തൊക്കെയോ പ്രാപിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം.
ഹീലിംഗിന്റെ ഏഞ്ചൽ. 33 വർഷങ്ങൾക്ക് മുമ്പാണ് എൻ്റെ പാസ്റ്റർ എന്നോട് പറഞ്ഞതാണ്, ഈ 2 ദൂതന്മാരിങ്ങനെ തീവാരി എറിയും. കഴിഞ്ഞ ദിവസം ബാംഗ്ലൂർ ബദേലേജി ചർച്ചിൽ ഒരു 21ന്റെ അവസാന സർവീസ് വലിയ ഒരു സ്ഥലത്തായിരുന്നു, വലിയ കൂട്ടമായിരുന്നു. പാസ്റ്റർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാസ്റ്റർ പറഞ്ഞു, എനിക്ക് മേലെ എന്നെ ആരെങ്കിലും പിടിക്കണം. ഉടനെ പാസ്റ്റർ താഴെ പോയി. ആൾക്കാർ കൂട്ടക്കരച്ചിലായി. എമ്മയോറിസ് പാസ്റ്ററിന്റെ പ്രസംഗത്തിന്റെ ഇടയിലാണ്. പാസ്റ്ററിനെ ആംബുലൻസിൽ കൊണ്ടുപോയി. പോകുന്ന വഴിക്ക് പാസ്റ്റർ കണ്ണു തുറന്നു, തിരിച്ചു പോകണമെന്ന് പറഞ്ഞു. ആംബുലൻസ് തിരിച്ചു വിട്ടു. വീണ്ടും തിരിച്ചു വന്ന് സ്റ്റേജിൽ കയറിയിട്ട് കൂട്ടമായ രോഗശാന്തി, ചെവി തുറക്കുന്നു, കണ്ണുകൾ തുറക്കുന്നു. അസാധാരണ ഹീലിംഗ് മിനിസ്ട്രി പാസ്റ്റർ ചെയ്തു. അതിനുശേഷം പാസ്റ്റർ കേരളത്തിൽ വന്നു രോഗികളെ സൗഖ്യമാക്കാൻ. 79 വയസ്സ്, ജന്മദിനം കഴിഞ്ഞു, 80 കയറുന്നു. ക്യാൻസർ വന്ന്, ത്രോട്ട് ക്യാൻസർ വന്ന് അതിൽ നിന്നൊക്കെ പുറത്തു വന്നു. തൻ്റെ എത്ര പേരെ സൗഖ്യമാക്കാനുണ്ടോ അവസാനത്തെ ആളെയും കൂടി സൗഖ്യമാക്കാതെ പോകാൻ പറ്റില്ല. കാരണം അതിനുള്ള ഏഞ്ചൽസ് കൂടെയാണ്. നിങ്ങൾ അറിയണം, ബൈബിൾ പറയുന്നു ഏഞ്ചൽസ് നമ്മുടെ കൂടെ ഉണ്ടെന്ന്. ഡെലിവറൻസ് ഏഞ്ചൽ, നമ്മുടെ വേഗത കൂട്ടുന്ന ഏഞ്ചൽസ്. അതിനെ പലരും പറയുന്നത്, കാണുന്നവർ പറയുന്നത് ബ്ലൂ ഏഞ്ചൽ, ബ്ലൂ നീല കളറാണ്. ആ ഏഞ്ചലിനെ കണ്ടാൽ അതിൻ്റെ അർത്ഥം സംഭവങ്ങളെല്ലാം വേഗത്തിലാകാൻ പോകുന്നു. ഗോൾഡൻ ഏഞ്ചൽ, സ്വർണ്ണ നിറത്തിലെ ചിറകുകളുള്ള ഏഞ്ചൽ. ആ ഏഞ്ചലിനെ കണ്ടാൽ, ആ ദൂതനെ കണ്ടാൽ അതിൻ്റെ അർത്ഥം സാമ്പത്തികമായ വിടുതൽ നടക്കാൻ പോകുന്നു. ഈ ദിവസങ്ങളിൽ എന്തോ ഞാൻ ഇതൊന്നും പറയാനല്ല ഇവിടെ ഇരുന്നത്. ഞാൻ അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായം പറയാനാണ്. എന്നാൽ ഈ പൗലോസ് എന്ന ദൈവദാസനൊക്കെ ഈ അനുഭവങ്ങളിലൂടെ പോകുന്നവനാണ്. അതുകൊണ്ട് ഇവർ പോകുന്നിടത്തെല്ലാം സുവിശേഷം അറിയിക്കുകയാണ്. കാരണം സുവിശേഷത്തിലൂടെയാണ് ഒരു വ്യക്തി വീണ്ടും ജനിക്കുന്നതും വീണ്ടും ജനിക്കുന്നവർക്കാണ് ഈ ദൂതന്മാരുടെ കാവലുള്ളത്. അതുകൊണ്ട് യേശുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിക്കുന്ന അന്ന് മുതലാണ് ദൈവദൂതന്മാർ നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇത്ര വലിയ രക്ഷ നമ്മൾ അഗണ്യമാക്കരുത്. എന്തിനാണ് ഓടി നടന്ന് സുവിശേഷം അറിയിക്കുന്നത്? ഈ ദൂതന്മാർ നമ്മുടെ ഒപ്പം സഞ്ചരിച്ച് വഴികൾ തുറക്കാൻ, അനുഗ്രഹങ്ങൾ സ്വന്തമാക്കാൻ. അപ്പോൾ ബൈബിളിലെ ഈ സത്യങ്ങൾ നമുക്ക് വെളിപ്പാടായി ഉറപ്പായി കിട്ടണം. പത്രോസ് പറയണം, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശുവേ 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 എന്ന് വിളിച്ചിട്ട് ഇപ്പൊ പറയും നീ ക്രിസ്തുവാണ്. ദൈവത്തെക്കുറിച്ചുള്ള വ്യക്തമായ അറിവുകൾ വചനത്തിൽ നിന്ന് നമുക്ക് വെളിപ്പാടുകളായി കിട്ടുമ്പോഴാണ് നമ്മുടെ തീഷ്ണത വർദ്ധിക്കും, നമ്മുടെ പ്രാർത്ഥന വർദ്ധിക്കും, നമ്മുടെ എരിവ് വർദ്ധിക്കുന്നത്. പൗലോസിന്റെ മേലൊക്കെ കത്തിയത് ഈ വചനമാണ്. എമ്മൂസിലേക്ക് പോയ ശിഷ്യന്മാരെ കർത്താവ് കത്തിച്ചു, വചനം കൊണ്ടാണ് കത്തിച്ചത്. അല്ലാതെ കർത്താവ് ആ വഴിയെ പോകുമ്പോൾ എടാ ഞാനാടാ ക്രിസ്തുവാണെന്ന് പറഞ്ഞാൽ കത്തുവര്. അതിനേക്കാൾ മോശയും പ്രവാചകന്മാരും പറഞ്ഞത് തെളിയിച്ചിട്ട് വചനം കൊണ്ടാണ് കത്തിച്ചത്. കർത്താവിന് അതിൻ്റെ ആവശ്യമില്ല. ദേ ഞാൻ ഉയർത്തെഴുന്നേറ്റു, എൻ്റെ കൈ കാണ്, എൻ്റെ വിലാപ്പുറം കാണ്, അതൊന്നും പറഞ്ഞില്ല. വചനം കൊണ്ട് കത്തിച്ചു. ഒരു അക്ഷരാർത്ഥത്തിൽ ഒരു രൂപം കാണിച്ച് കത്തിക്കുന്നതിനേക്കാൾ വചനം കണ്ട് കത്തിയാൽ അതൊരു കത്തൽ തന്നെയാണ്. ഈ ദിവസങ്ങളിൽ അതിനുള്ള കൃപ ദൈവം നമുക്ക് തരട്ടെ. വെളിപ്പാടിന്റെ തലങ്ങൾ തുറന്നാൽ സുവിശേഷത്തിന്റെ തീഷ്ണത, പ്രാർത്ഥനയുടെ തീവ്രത നമ്മിലുണ്ടാകും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ഈ ഡിസംബർ മാസത്തിന്റെ 2-ാം പകുതിയിൽ വെളിപ്പാടിന്റെ കലവറകൾ ഇവർക്ക് തുറക്കണം, ശുശ്രൂഷയുടെ വാതിലുകൾ തുറക്കണം, കൃപയുടെ വചനങ്ങൾ തുറന്നു കിട്ടണം, സാക്ഷാൽ ദൈവവചനമായി അവർ കൈക്കൊള്ളട്ടെ.
തിരുവെഴുത്തുകളിൽ നിന്ന് വെളിപ്പാടുകളുള്ളവരായി തീരട്ടെ. സൗഖ്യമുള്ളവരാകട്ടെ. ദൈവദൂതന്മാർ ചുറ്റുമുള്ളതവർ കാണട്ടെ. ദൈവത്തെ പിതാവായി കാണട്ടെ. യേശുവിനെ ജ്യേഷ്ഠ സഹോദരനായും കാണാൻ കൃപയുണ്ടാകട്ടെ. മണവാളനായും തങ്ങൾ മണവാട്ടിയായും കാണുന്ന ആത്മകണ്ണ് തുറക്കട്ടെ. സഭയെ കർത്താവെ ഈ ദിവസങ്ങളിൽ പണിതെടുക്കുന്നതിനായി സ്തോത്രം. ഇത് കേൾക്കുന്നവർ സൗഖ്യവും വിടുതലും പ്രാപിക്കട്ടെ. ഞാൻ പ്രസംഗിക്കുന്ന ദൈവവചനം ഇവർ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൂടെയുള്ള ദൈവദൂതന്മാർ അവരെ ചെന്ന് തൊടട്ടെ. അവരുടെ വിഷയങ്ങൾക്ക് മറുപടികൾ ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കും യേശുവിൻ നാമത്തിൽ. ആമേൻ. എന്തോ സ്പെഷ്യലായ എന്തൊക്കെയോ കാര്യങ്ങൾ കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. ഈ വീഡിയോ അത്യാവശ്യമുള്ളവർക്ക് അയച്ചു കൊടുക്കണം. അവർക്കിതൊരു വിടുതലാകട്ടെ. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലെസ് യു. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധി സ്തോത്രത്തോടിന്ന്. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്ദിയോടിന്ന്. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്മയോർത്തെന്നും. ആരാധിക്കാം യേശു കർത്താവിനെ. ആരാധിക്കുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്ദിയോടെന്നു. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ സ്തോത്രത്തോടിന്ന്. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ